കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. റൂമിൽ ഇരുട്ടായി. അപ്പൊ മാത്രമേ നമ്മളെ കാണിക്കുന്നില്ല. അപ്പൊ അവിടെ വളി വിടുന്ന സൗണ്ട് വിടുക. ഒരു തിയേറ്ററിനകത്ത് ഒരുത്തൻ തൂറുന്ന സൗണ്ട് വിടുക. ഒരു തിയേറ്ററിനകത്ത് ഇത്രയും ജനങ്ങൾ കണ്ടോണ്ടിരിക്കുക. എന്തായാലും ഇവർ ചെയ്തിരിക്കുന്ന 4Kയിലും അറ്റ്മോസിലൊക്കെ ആയിരിക്കൂലേ. അറ്റ്മോസിൽ വളവിടുന്ന സൗണ്ട്, ഇങ്ങനെ തൂറുന്ന സൗണ്ടുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി. പക്ഷെ അമാച്വറിഷ് ആക്ടിങ്, അതായത് അഭിനയിക്കാൻ അറിയില്ല. റീൽസ് ഇട്ടിട്ട് പിന്നെ ഷെയറും കമന്റ്സും വാങ്ങിക്കുമ്പോഴല്ലോ, ഇത് വലിയ സ്ക്രീനല്ലേ. എന്താ നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം? അല്ലല്ല, നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാനുള്ളത്. അല്ല, അത് ഇത് 4Kയിലും ഒക്കെ ആൾക്കാർ വലിയ സ്ക്രീനിൽ കാണുമല്ലേ നിങ്ങളെ ക്ലോസപ്പും നിങ്ങളെ ഫേസും എക്സ്പ്രഷൻസും അഭിനയമൊക്കെ. അഖിൽ NRD എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. അദ്ദേഹമാണ് കൂട്ടത്തിലെ കൊമ്പൻ. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാൻ ആക്കണ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. പിന്നെ അഖിൽ ഷാമോൻ എന്നൊക്കെ പറയും. ശരത് ബാബു വലിയ കുഴപ്പമില്ല കമ്പയർഡ് ടു മറ്റ് രണ്ടുപേരും. പക്ഷെ അഖിൽ NRD എന്റെ പൊന്നോ, ആദ്യത്തെ ഒരു 3/4 മണിക്കൂർ പറ്റിക്കാൻ വേണ്ടി പറയണല്ലോ സാറേ. അല്ലേ സാറല്ലേ? പക്ഷെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറയണം സാർ. സ്ക്രീനിൽ നോക്കാൻ തോന്നൂല. ഫോൺ ഉണ്ട്, ഫോൺ എടുത്ത് നോക്കിപ്പോകും. ഞാൻ ചിരിച്ചു പോയനെ. അത്രയ്ക്ക് അബദ്ധാഭിനയം. ഓക്കെ, അഖിൽ NRDയുടെ ചില ചേഷ്ടകള് എന്റെ പൊന്നോ കൂടുതൽ നന്നായി പോയോ. ഒറ്റ കീറ് വെച്ചോ. ഡാൻസേഴ്സിന്റെ മുമ്പിൽ വെച്ച് നാറ്റിക്കരുത് സാർ. മൈക്കൽ ജാക്സന്റെ ത്രില്ലർ വരും, കോപ്പ് വരും എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണിയാ കുത്തിപ്പിടിക്കും. അയ്യോ, സിഗരറ്റ് ഫുഡ്. അതായത് പുള്ളി കോമഡി കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത് മിമിക്രിക്കാരെ കൊണ്ട് ഭയങ്കര ശല്യമായിരുന്നു കുറെ കാലമായിട്ട്. ഈ മിമിക്രിക്കാരുടെ സ്വഭാവം അറിയാലോ, ഈ ബിനു അടിമാലി ഇങ്ങനത്തെ ആൾക്കാരൊക്കെ. എന്നെ പറ്റി എന്താ പറഞ്ഞേ? ചളി അടിക്കണം, കൗണ്ടർ അടിക്കണം, കൈ നിറണം. അതവരെ കൊണ്ട് തടയാൻ പറ്റൂല. സ്വയം തടയാൻ പറ്റില്ല, റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റില്ല. അവർക്കത് ഒരു ബ്ലഡിലുള്ള സാധനം. കൗണ്ടർ അടിക്കലും ചളി അടിക്കലും സീന് കൊളാക്കലും. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. അപ്പൊ കാണാം ഇപ്പോഴത്തെ പിള്ളേര്. അദ്ദേഹം അഖിൽ NRDയൊക്കെ ഇപ്പോഴത്തെ പിള്ളേരുടെ റെപ്രസെന്റ് ചെയ്യുമല്ലേ. എന്നിട്ട് ഇവരെ പിന്നെ സീനില് കൈ നിട്ട പോനായിട്ട് ഡബിങ്ങിൽ കൈ നിട്ടേക്കുന്നു. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.